ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഡോമിനാറിൽ ഈ ഒരു എക്സോസ്റ്റ് ബെൻഡ് പൈപ്പിൻ്റെ കളർ ചേഞ്ച് ആവുന്ന ഒരു ഇഷ്യൂവിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കളർ ചേഞ്ച് ആവുന്ന കേസിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം, ഹാർപ്പിക്ക് വെച്ച് എത്ര സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ഒരു എക്സോസ്റ്റ് ബെൻഡ് പൈപ്പിൻ്റെ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനൊരു സൊല്യൂഷനാണ് പറയുന്നത്. ഗൈസ് അന്ന് ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഒരു സൈലൻസറിലൊക്കെ അടിക്കുന്ന ടൈപ്പ് ഒരു സ്പ്രേ പെയിൻറ്റ് അടിക്കണം എന്നുള്ളത്, കാരണം എങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും പെട്ടെന്ന് തന്നെ ആ ഒരു പഴയ സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. TRM CALIDAD സൈലൻസർ കോട്ടിംഗ് ആണിത്. ഇതൊരു ഹൈ ടെമ്പറേച്ചർ കോട്ടിംഗ് ആണ്. ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 500 രൂപയാണ്. ഞാൻ ഇവരുടെ സൈറ്റിൽ കയറി വാങ്ങിയാണ്. ഇപ്പോൾ സൈറ്റിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് ആണ്. അപ്പോൾ ഇത് 2 വീലറിൻ്റെ ഒക്കെ സൈലൻസറിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു കോട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അണ്ടർബെല്ലി ഗാർഡ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സൈലൻസർ ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും എത്രത്തോളം പഴയ രീതിയിൽ പോയിട്ടുണ്ട് നോക്കാം. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു കോട്ടിംഗ് അപ്ലൈ ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു അണ്ടർബെല്ലി ഗാർഡ് റിമൂവ് ചെയ്തു. അപ്പോൾ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലൊന്നും ഇല്ലെങ്കിൽ ചെറുതായി അവിടെ ഇവിടെയൊക്കെ കളർ ചേഞ്ചായി വരുന്നുണ്ട്. അതായത് ഇവിടെയൊക്കെ. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു സ്പ്രേ കൂടി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒരു റൗണ്ട് കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു സ്പ്രേ അപ്ലൈ ചെയ്തിട്ട് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഹാർപ്പിക്ക് വെച്ച് ക്ലീൻ ചെയ്യാൻ പോവാണ്. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്പ്രേ കൂടി അപ്ലൈ ചെയ്ത് ഫൈനൽ റിസൾട്ട് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് കൂടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു TRM CALIDAD ഈ ഒരു സൈലൻസർ കോട്ടിംഗ് അപ്ലൈ ചെയ്തിട്ട് എന്താ റിസൾട്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈലൻസർ കോട്ടിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്രൈ ആയതിനു ശേഷം നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു TRM CALIDAD ഈ ഒരു സൈലൻസർ കോട്ടിംഗ് അപ്ലൈ ചെയ്തിട്ട് ഇത് ഡ്രൈ ആകാൻ വേണ്ടി ഒരു ദിവസം കംപ്ലീറ്റ് വെച്ചു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ബൈക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇടുകയും അതേപോലെ കുറച്ച് ദൂരം ഓടിച്ചു നോക്കുകയും ചെയ്തു. അപ്പോൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് ഈ ഒരു സൈലൻസർ നന്നായിട്ട് ഹീറ്റ് ആകുന്ന സമയത്തൊന്നും ഈ ഒരു പെയിൻറ്റിന് ഒരു തരത്തിലുള്ള പ്രോബ്ലം വരുന്നില്ല. ഗൈസ് അപ്പോൾ ഇതൊരു ഹൈ ടെമ്പറേച്ചർ കോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ സൈലൻസർ നല്ല രീതിയിൽ ഹീറ്റ് ആകുന്ന സമയത്തും ഈ ഒരു കോട്ടിംഗ് പൊളിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഗൈസ് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമ്മുടെ ഒരു എക്സോസ്റ്റ് ബെൻഡ് പൈപ്പ് പഴയൊരു കണ്ടീഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഈ ഒരു കോട്ടിംഗ് നമ്മൾ 1-2 ലെയർ അടിച്ചതിന് ശേഷം ഇതിൽ അത്യാവശ്യം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 500 രൂപയ്ക്ക് ഈ ഒരു കോട്ടിംഗ് ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2-3 തവണ യൂസ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ 2-3 ബൈക്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. TRM CALIDAD ഈ ഒരു സൈലൻസർ കോട്ടിംഗ് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞു ഇതൊരു ഹൈ ടെമ്പറേച്ചർ കോട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഹീറ്റ് ആകുന്ന സമയത്തൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.